എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതായത് വാശി പിടിക്കാനും പറ്റില്ല. അപ്പോൾ വേറൊന്നുമല്ല പറയുന്നത്, എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് ഞാൻ മച്ചിനി മീൻ കഴിക്കാൻ വേണ്ടി പോകുന്നതാണെന്ന്. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഉണ്ടായിരുന്ന കറികളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതാണ് പറയുന്നത്, എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ചോറും പരിപ്പൊഴിച്ചു കൂട്ടാനും പപ്പടവും മാങ്ങാച്ചാറുമാണ്. നല്ല മാങ്ങാച്ചാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമതേ ഈ സമയത്തൊക്കെ അച്ചാറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും പരിപ്പും പപ്പടവും ഞാൻ ഒരു വട്ടം കഴിച്ചു, എന്നിട്ട് വീണ്ടും അമ്മേനെ കൊണ്ട് ചോറ് വാങ്ങി രണ്ടാമത് വാങ്ങിച്ചിട്ട് കഴിച്ചു കേട്ടോ. കാരണം അത്രയ്ക്ക് മാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിശന്നുമാണ് ഞാൻ ഇരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണ് എൻ്റെ ഒരു പോളിസി. അല്ലാണ്ട് നമുക്ക് എന്നും ഇങ്ങനെ സുഭിക്ഷമായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള എന്താ പറയുക ഒരു യോഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെന്ന് വാശിയൊന്നും എനിക്കില്ല കേട്ടോ. ഇവിടെ എല്ലാവരും വ്രതത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വെജ് ഫുഡ് ആക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് എന്തായാലും നമുക്ക് വീട്ടിൽ ഇതുപോലത്തെ ഫുഡ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആകെ ഒരു കറിയാണ് ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു സദ്യ കഴിച്ച ഫീലിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഈ സദ്യ കഴിക്കുമ്പോഴുള്ള പരിപ്പും പപ്പടം ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്.